Can happiness stay same even if quantity changes? യെസ്, അത് തന്നെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ പഠിക്കുന്നത്. ഇൻഡിഫറൻസ് കർവ് ഷോസ് ദി കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ദാറ്റ് ഗിവ് ദി കൺസ്യൂമർ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി. അതായത് രണ്ട് വസ്തുക്കളുടെ കോമ്പിനേഷനുകൾ ഉപയോഗിക്കുമ്പോൾ കൺസ്യൂമറിന് ഒരേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണെന്ന് വെച്ചാൽ ആ പോയിന്റുകളൊക്കെ ചേർത്തിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അതായത് ഇൻഡിഫറൻസ് കർവ് ഈസ് ഈക്വൽ ടു സെയിം സാറ്റിസ്ഫാക്ഷൻ ബട്ട് ഡിഫറെൻറ്റ് കോംബോ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാലും ബണ്ണും ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ചായയും ബിസ്ക്കറ്റും അല്ലെങ്കിൽ കോഫിയും ബിസ്ക്കറ്റും ഉപയോഗിക്കാനുള്ള ഇഷ്ടമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾ ഈ ചായയും ബിസ്ക്കറ്റും ഉപയോഗിച്ച് കഴിയുമ്പോൾ വ്യത്യസ്തങ്ങളായ കോമ്പിനേഷനുകൾ, ഇപ്പോൾ ഒരു ചായയും 2 ബിസ്ക്കറ്റും അയാൾ കഴിക്കുകയാണെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരിക്കും അയാൾക്ക് ചിലപ്പോൾ 2 ചായയും 1 ബിസ്ക്കറ്റും കഴിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കോമ്പിനേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് സെയിം സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണെങ്കിൽ ആ കോമ്പിനേഷനുകളൊക്കെ ചേർത്തിട്ട് നമ്മൾ ാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കോമ്പിനേഷൻ എ എടുത്തിട്ടുണ്ട്, ബി സി ഡി എന്ന് പറഞ്ഞിട്ട് 4 കോമ്പിനേഷൻ എടുത്തിട്ടുണ്ട്. കോമ്പിനേഷൻ എയില് കൺസ്യൂമർ ഫസ്റ്റ് ഒരു കോഫി കഴിക്കുകയാണ്. അപ്പോൾ അയാൾ കഴിക്കുന്നത് 4 ബിസ്ക്കറ്റാണ്. ഒരു കോഫിയും 4 ബിസ്ക്കറ്റും കഴിച്ചപ്പോൾ അയാളുടെ സന്തോഷം 100 ആണ്. ഇനി രണ്ടാമത് ബി കോംബോയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് 2 കോഫി വേണം. അയാളുടെ കയ്യിൽ മണി ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് അയാൾക്ക് 2 കോഫി വേണമെന്ന് വെച്ചാൽ അയാൾ 1 ബിസ്ക്കറ്റ് വിട്ടുകൊടുക്കണം. അപ്പോൾ ആദ്യം അയാൾ 4 ബിസ്ക്കറ്റ് കഴിച്ചു എന്നുള്ളത് 1 കോഫി എക്സ്ട്രാ കഴിക്കാൻ വേണ്ടിയിട്ട് അയാൾ 3 ബിസ്ക്കറ്റ് ആക്കി. ഇപ്പോൾ 2 കോഫിയും 3 ബിസ്ക്കറ്റും അയാൾ കഴിച്ചെങ്കിലും സെയിം സാറ്റിസ്ഫാക്ഷൻ തന്നെ, എ കോമ്പിനേഷനിലെ സെയിം സാറ്റിസ്ഫാക്ഷൻ 100 കിട്ടി. ഇനി മൂന്നാമത് അയാൾക്ക് തോന്നാണ് എനിക്ക് 1 കോഫിയും കൂടിയും വേണമെന്ന്. അപ്പോൾ അയാൾ മൂന്നാമത്തെ ഒരു കോഫി കുടിച്ചു. അപ്പോൾ അയാൾക്ക് 1 ബിസ്ക്കറ്റ് വിട്ടുകൊടുക്കണം. കാരണം വിട്ടുകൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? മണി അവിടെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് അയാൾ അവിടെ വീണ്ടും 1 ബിസ്ക്കറ്റ് വിട്ടുകൊടുത്തു. ഒരു എക്സ്ട്രാ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് 1 ബിസ്ക്കറ്റ് വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോഴും അയാൾക്ക് 3 കോഫിയും 2 ബിസ്ക്കറ്റും കഴിച്ചപ്പോഴും അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ സെയിം ആണ്, 100 ആണ്. ഇനി അയാൾ തോന്നാണ് എനിക്ക് 4ാമതൊരു കോഫിയും കൂടിയും വേണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾ 4 കോഫിക്ക് വേണ്ടിയിട്ട് അയാൾ ആദ്യത്തേതിൽ നിന്ന് 3 ബിസ്ക്കറ്റ് വിട്ടുകൊടുത്തു. ഇപ്പൊ അയാൾ 4 കോഫിയും 1 ബിസ്ക്കറ്റുമാണ് കഴിച്ചിട്ടുള്ളത്. ഇപ്പോഴും സാറ്റിസ്ഫാക്ഷന് 100 തന്നെയാണ്. അതായത് ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് ഇൻഡിഫറൻസ് കർവ് പ്രവർത്തിക്കുന്നത്. അതായത് അയാൾ 1 ബിസ്ക്കറ്റ് വിട്ടുകൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? 1 കോഫി നേടാൻ വേണ്ടിയിട്ട്. അതായത് എത്ര ബിസ്ക്കറ്റ് വില്ലിംഗ് ടു ഗിവ് അപ്പ്, അതായത് 1 കോഫി നേടാനായിട്ട് എത്ര ബിസ്ക്കറ്റ് വില്ലിംഗ് ടു ഗിവ് അപ്പ് എന്ന് കാണിക്കുന്നതാണ് ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കർവ് വരുമ്പോൾ നോക്ക്, ഇതാണ് ഡിഫറെന്റ്